കുറേ കാലമായിട്ട് നമ്മെ ഇടങ്ങേറാക്കുന്ന ശത്രുക്കൾ. ചില ആളുകൾ വിളിച്ചിട്ട് പരാതി പറയുന്ന ഒരു വിഷയമാണ്, ഉസ്താദേ വല്ലാത്ത ഇടങ്ങേറാണ് ആ ചങ്ങയെ കൊണ്ട്, ഇങ്ങനെ എന്ത് ചെയ്യുക ഇടങ്ങേറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, അവരിന്ന് രക്ഷ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ഇൻഷാ അല്ലാഹ് നമ്മെ ഇടങ്ങേറാക്കുന്ന ബുദ്ധിമുട്ടാക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരിൽ നിന്നും ഒരു സംരക്ഷണം കിട്ടാൻ, കാവൽ കിട്ടാൻ, അതായത് അവരെ നശിപ്പിച്ച് കളയുക എന്നല്ല, മറിച്ച് അവരുടെ ഇടങ്ങേറ് മാറിയിട്ട്, അവരുടെ ശത്രുത മാറി, ഉപദ്രവം മാറിയിട്ട് അവർ നമ്മളോട് സ്നേഹബന്ധത്തിലാകാനും രമ്യതയിലാകാനും പറ്റിയ ഒരു അമല് പറഞ്ഞു തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോ കേട്ട് നോക്കാം. മുഴുവനായി കേട്ടാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആരുടെയും സ്നേഹം പിടിച്ചു പറ്റാനും ആരുടെ ശത്രുതയും ഇല്ലാതെയാക്കാനും ആരൊക്കെ നമ്മളെ ഇടങ്ങേറാക്കുന്നുണ്ടോ അവരെയൊക്കെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനും പറ്റും. ചില വീടുകളുടെ ഉള്ളിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാവും അല്ലേ? ഭാര്യയുടെ വീട്ടുകാരും ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ ഇടങ്ങേറുണ്ടാവും. അയൽവാസികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങി ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും. ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര് പറച്ചിലും വഴക്ക് പറച്ചിലും ചീത്ത പറച്ചിലും ഇങ്ങനെ ആകെ കലഹത്തിൽ കഴിയുന്ന ആളുകളുണ്ടാവും. ചിലർ ഉപദ്രവമായിരിക്കും, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം? അതിന് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ചില വഴികളുണ്ട്. ഇന്നത്തെ വീഡിയോ മുഴുവനായി കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരാൻ കാരണമായി തീരുന്ന ചില അമലുകൾ പറഞ്ഞു തരാം. അള്ളാഹു സകല ശത്രുക്കളുടെ ഇടങ്ങേറിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ മുഴുവൻ അവാഗതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? പല ആളുകളും വിളിച്ച് സങ്കടം പറയുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്നത്തെ ഇൻട്രോയിൽ നിങ്ങൾ സൂചിപ്പിച്ചത്. അതായത് ആളുകളുടെ ബുദ്ധിമുട്ട് ഇടങ്ങേറാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കുടുംബക്കാരിൽ നിന്നാകാം, അല്ലെ അയൽവാസികളിൽ നിന്നാകാം, സ്വന്തം വീട്ടിൽ ജീവിക്കുന്ന അമ്മായിയമ്മ മരുമക്കളിൽ നിന്നാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാം. അപ്പോൾ ഇത് ഇല്ലാതെയാകാൻ, ഈ ശത്രുക്കളുടെ ശത്രുതയൊക്കെ നീങ്ങിയിട്ട് പരസ്പരം രമ്യതയിലായി സ്നേഹബന്ധത്തിലായി ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റുക, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അതിനെന്താണ് വഴി? പലരും ചോദിക്കും, ഉസ്താദ് അതൊന്നും അവരുടെ ശത്രുത ഒന്നും ഇല്ലാതെയായി കിട്ടിയാൽ മതി. അവർ ഭയങ്കര ഇടങ്ങേറാക്കലാണ്. എന്തൊക്കെ ഇപ്പോൾ ചിലപ്പോൾ കല്യാണം വരെ മുടക്കുന്ന ടീമുണ്ട്. കല്യാണം മുടക്കുക അല്ലേ? അവരുടെ ശത്രുത കാരണം ആ കുടുംബത്തിൽ നടക്കാനിരിക്കുന്ന കല്യാണം മുടക്കുക, കച്ചവടങ്ങൾ മുടക്കുക, അതുപോലെ തന്നെ ജോലി എന്തെങ്കിലും ജോലി അത് ഇല്ലാതെയാക്കുക, തുടങ്ങിയിട്ട് എത്രയോ സംഗതികൾ ഇങ്ങനെ നമ്മൾ പലതും ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത്തരത്തിൽ പല ഇടങ്ങേറുണ്ടാക്കുന്ന ടീംസും ഉണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇത് ആരെയും നശിപ്പിച്ച് കളയാനല്ല. ആ ചങ്ങായി പണ്ടാരാണെങ്കിൽ പോട്ടെ എന്ന് എഴുതിയിട്ടൊന്നും ആരും ചെയ്യരുത് കേട്ടോ. ഈ പറയുന്ന വിഷയം നമ്മളോട് ശത്രുത കാണിക്കുന്ന ഇടങ്ങേറാക്കുന്ന ആളുടെ ആ ശത്രുത നീങ്ങിയിട്ട്, ആളുടെ ആ ഇടങ്ങേറാക്കൽ നിർത്തിയിട്ട്, ആ ദുൽമ നിർത്തിയിട്ട് നമ്മളോട് സ്നേഹബന്ധത്തിലാകണം. നമ്മളോട് ഒരു പ്രശ്നമില്ലാതെ പോട്ടെ കണ്ട സലാം പറഞ്ഞ് റാഹത്തുള്ള രൂപത്തിൽ സംസാരിച്ച് പിരിയുന്ന ആ രൂപത്തിലാണ്. ചില ആളുകൾ കടം കൊടുത്തിട്ട് ആ കടം വാങ്ങാൻ കടം കൊടുത്തിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് ഈ യഥാർത്ഥത്തിൽ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കടം കൊടുക്കുക വാങ്ങുക എന്നുള്ളത്. ഞാൻ കൃത്യമായിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിൻ്റെ വിഷയമല്ല പറഞ്ഞത്. ചില ആളുകൾ കടം വാങ്ങുന്ന ഉഷാറ് തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കടം വാങ്ങലിലൂടെ ഒരു ശത്രുവിനെയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് കണ്ടാൽ പിന്നെ കടം വാങ്ങാൻ നിൽക്കരുത്, അതാണ് വേണ്ടത് അല്ലേ? അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ ചാനലിലുണ്ടത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഈ അക്രമകാരികളെ എങ്ങനെയാണ് നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാൻ. നല്ല റാഹത്തായിട്ട് ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട്, പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു രാവ്, വെള്ളിയാഴ്ച രാവോ മറ്റോ തിരഞ്ഞെടുത്ത് കുൽ നീ പറയണം, യാ അദുലു എന്ന ഇസ്മിനെ പറയണം. എത്ര തവണ? 5616 തവണ. 5616 അങ്ങനെ ഒരു കണക്ക് എന്ന് ചിന്തിക്കണം. മഹത്തുക്കൾ അവരങ്ങനെ പഠിപ്പിച്ചു തന്നുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, എൻ്റെ വകയായിട്ട് പറയല്ല. 5616 തവണ യാ അദുലു എന്ന ദിക്ർ. ഇപ്പം ആരാണോ നമ്മുടെ ശത്രു, ആരെയാണോ ഉദ്ദേശിച്ചത് അവരെ മനസ്സിൽ കരുതുകൊണ്ട് അല്ലാഹു അവരുടെ ശത്രുത ഇല്ലാതാക്കി തരണം. അവരെ ഇല്ലാതാക്കണമെന്നല്ല, അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ശത്രുത ഇല്ലാതാക്കി തരണം, അവരെ നമ്മളുമായിട്ട് സ്നേഹബന്ധത്തിലാക്കി തരണം, രമ്യതയിലാക്കി തരണം. നല്ല നീയത്ത് വെച്ചുകൊണ്ട്, നല്ല കൽബിൽ നല്ല നീയത്തോട് കൂടിയിട്ട് ഈ എണ്ണം 5616 തവണ യാ അദിലു എന്ന ഇസ്മ ചൊല്ലുക. അത് ചൊല്ലുക ഒറ്റയടിക്ക് ചൊല്ലി തീർക്കണമെന്നോ ഒറ്റ ഇരിപ്പിന് ചൊല്ലി തീർക്കണമെന്നല്ല, മറിച്ച് എന്ത് ചെയ്യാം, അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് പെട്ടെന്ന് ചൊല്ലി തീർക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കുറഞ്ഞ സമയം കൊണ്ടോ അല്ലെങ്കിൽ ചെല്ലാൻ പറ്റുന്ന എത്ര എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുമോ അങ്ങനെ ചൊല്ലുക. ഇനിയിപ്പോൾ ഇന്ന് ചൊല്ലി തീർന്നില്ല, നാളത്തേക്ക് വെച്ചു, ഓക്കെ ആയിക്കോട്ടെ. അത് ചൊല്ലി ആ എണ്ണം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എണ്ണം പൂർത്തിയാക്കി തീർക്കുക. ശേഷം ദുആ ഇറക്കുക, അല്ലാഹു ഇന്ന വ്യക്തിയുടെ ഷെറിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അല്ലെങ്കിൽ അന്ന വ്യക്തിയുടെ ഷെർ നീക്കിയിട്ട് ആളും ഞാനുമായിട്ട് എന്ത് ചെയ്യുക, സ്നേഹബന്ധത്തിലാക്കണം, റാഹത്തിലാക്കി തരണം എന്ന് നീയത്ത് എന്ത് ചെയ്യുക, ദുആ ഇറക്കുക. ആ ആളും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീങ്ങി നീങ്ങിയിട്ട് ആൾ നിങ്ങളുടെ മിത്രമായി മാറും. പക്ഷെ അതൊന്നും ചെയ്തു നോക്കി. എത്രയോ ആളുകൾ അങ്ങനെ ഇടങ്ങേറാവുന്നവരുണ്ടെന്നറിയും. പക്ഷെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഇനി
നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യം, അതൊന്ന് റാഹത്തായി കിട്ടണമെന്ന്, നമ്മുടെ ആ കാര്യം ഒന്ന് ഫത്തഹായി കിട്ടണമെന്ന്, പെട്ടെന്ന് എളുപ്പമായി കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് വിജയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുമുള്ള ഒരു വഴിയാണെന്ത്, ഫൽ യക്തുബ് അൽ അദിൽ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ എഴുതണം ഫി ലൈലത്തിൽ ജുമുഅത്തി, രാത്രി യൗമുൽ ജുമുഅയിലാണ് ഇത് ചെയ്യേണ്ടത്. രാത്രി ജുമുഅയുടെ വെള്ളിയാഴ്ച രാവ് ചെയ്യാം. അൽ അദിലു എന്ന ഇസ്മ ചൊല്ലണം, എഴുതണം. എത്ര തവണ? 20 മറത്തൻ, 20 തവണ എഴുതണം. 20 തവണ എഴുതണം. ഒന്നിരിക്കൽ വറക്കത്തിൽ പേപ്പറിൽ എഴുതാം. പേപ്പറിൽ എഴുതിയാൽ അത് മടക്കി ഇപ്പോൾ എന്ത് ചെയ്യുക, പെൻസിലോ അല്ലെങ്കിൽ ബാഗിലോ സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഹുബുസിലെ റൊട്ടിയിൽ എഴുതാന്ന്. റൊട്ടിയിൽ ഇപ്പോൾ പേന കൊണ്ടൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന തേൻ കൊണ്ടോ മറ്റോ എന്ത് ചെയ്യുക, എഴുതാം. പറ്റുമെങ്കിൽ എഴുതിയാൽ മതി. റൊട്ടി എഴുതിയാൽ അത് ഭക്ഷിക്കേണ്ടതാണ്, അപ്പം ഭക്ഷിക്കാനാണ് പറഞ്ഞത്. ഇനി അത് പറ്റൂല എങ്കിൽ പേപ്പറിൽ എഴുതിയാൽ മതി. അത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, തൻ്റെ കൂടെ സൂക്ഷിക്കുക. പേപ്പറിൽ പോക്കറ്റിലോ അല്ലെങ്കിൽ പേപ്പർ ആകുമ്പോൾ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ മറ്റോ നശിച്ചു പോകാത്ത രൂപത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു പെട്ടെന്നൊരു വിജയം അള്ളാഹു നൽകും, പെട്ടെന്നൊരു ഫത്തഹ്, ഉയർച്ച അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്നതാണ് എന്ന്. ഇത്തരത്തിൽ ഒരുപാട് നിഅമത്തുകൾ ഈ ഒരു ഇസ്മ പതിവാക്കുന്ന ആളുകൾക്ക് കിട്ടും. ദിവസവും ഒരു 100 എണ്ണമെങ്കിലും പതിവായി ചൊല്ലാൻ ശ്രമിക്കുക. ആൾക്ക് മറ്റ് ചുറ്റുഭാഗത്തു നിന്ന് ശത്രുക്കൾ ഉണ്ടാവില്ല എന്ന്. നമുക്ക് ചുറ്റുഭാഗത്തു നിന്നും നമ്മുടെ ഒരു ഇടങ്ങേറാക്കുക. ചിലപ്പോൾ നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ച് കാണിച്ചിട്ട് പിന്നിലൂടെ കുത്തുന്ന ടീംസ് ഉണ്ടാവും. മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ച് കാണിക്കും, പിന്നിലൂടെ വന്ന് കുത്തും. അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയില്ല. ഇങ്ങനെയല്ലേ പിന്നിലൂടെ കുത്തുന്ന ടീം അല്ലേ, ചെവിയിൽ നമ്മൾ പറയും തോളത്തിരുന്ന് ചെവി തിന്നാന്ന് പറയും. അത്തരത്തിലുള്ള ചില ടീമുണ്ട്. അവരൊക്കെ തിരിച്ചറിയാൻ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. എന്ത് യാ അദിലു എന്ന ഇസ്മ ഇങ്ങനെ പതിവായിച്ചില്ല. ശത്രുക്കളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ശത്രുക്കളെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലായുള്ള ഗുണം എന്താ, അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഒന്ന് വിട്ടു നിൽക്കാം. ശത്രുക്കൾ ഇന്നാൾ ശത്രുവാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കാട്ടിലേക്ക് ധൈര്യപൂർവ്വം കയറിപ്പോകാത്ത എന്തുകൊണ്ടാണ്? കാട്ടിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ചില ജീവികളുണ്ട് എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ്. ഒരു വഴിയിൽ ഒരു സിംഹം നിൽക്കുന്നുണ്ട്, ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ശക്തിയായ വിഷമുള്ള ഒരു സർപ്പം കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോവോ? നമ്മളത് മാറി നടക്കും. എത്ര ധൈര്യശാലിയാണെങ്കിലും എന്തിനാ അങ്ങോട്ട് പോയിട്ട് വെറുതെ കടി കൊള്ളുന്നു, പാമ്പിൻ്റെ കടി കൊള്ളുന്നില്ല, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ വായി ചെന്ന് കയറുന്ന എന്തിനാ, ഇല്ലേ? അപ്പം അത് എന്തായാലും എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ്. ഇത്തരത്തിൽ ഒരു ശത്രു ഇന്ന ആളാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരല്പം ഒന്ന് കീപ്പ് ചെയ്യുക, അയാളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം, ഒന്ന് കീപ്പ് ചെയ്യാം. എന്നാൽ അയാൾക്ക് മനസ്സിലാവും എനിക്ക് അയാൾ ശത്രുത അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള പ്രശ്നം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നന്നാകാൻ കാരണമായാലോ. അല്ലാഹു തരത്തിൽ നമ്മുടെ ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കി തരട്ടെ. അപ്പോൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഒരുപാട് ആളുകൾ പറഞ്ഞൊരു വിഷയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തതാണ്. ഇങ്ങനെ നമ്മുടെ ശത്രുക്കളെയൊക്കെ അല്ലാഹു മിത്രങ്ങളാക്കി തരട്ടെ, വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തരട്ടെ, ഇടങ്ങേറുകളൊക്കെ അല്ലാഹു ഇല്ലാതാക്കി തരട്ടെ, ലാലിമീങ്ങളുടെ സകല ദുൽമകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് ചെയ്തു വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഉപയോഗമുള്ള വീഡിയോസ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. കമൻറ്റുകളൊക്കെ അയക്കുക, അതുപോലെ നിങ്ങളുടെ ദുആ വസിയത്തുകൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.